അങ്ങനെ പുതിയ DC യൂണിവേഴ്സിൻ്റെ ആദ്യത്തെ സിനിമയായ സൂപ്പർമാൻ റിലീസ് ആയിരിക്കുകയാണ്. സോ ഈ ഒരു സിനിമ ഞാൻ കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയുടെ ഷെയർ ചെയ്യുന്നത്. സോ ഇനിയാവും ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് എല്ലാവർക്കും, അതായത് 2013 നമ്മൾ ആ ഒരു ടൈം തൊട്ട്, അതായത് നിയർലി ഒരു 10-12 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർമാൻ ആയിരുന്നു ഹെൻറി ക്യാവിലിൻ്റെ ആ ഒരു സൂപ്പർമാൻ, അല്ലേ? സോ എനിക്ക് ഹെൻറി ക്യാവിലിൻ്റെ സൂപ്പർമാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ടോബി മക്വയറിൻ്റെ ഒരു സ്പൈഡർമാനെ പോലെ തന്നെയാണ്. കാരണം ഹീ ഈസ് ദ ഫസ്റ്റ് സൂപ്പർമാൻ ഇൻ മൈ മൈൻഡ്. അപ്പം ഹെൻറി ക്യാവിൽ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിൻ്റെ ആ ഒരു വേർഷൻ ഓഫ് സൂപ്പർമാൻ, അതായത് സാക്ക് സ്നൈഡർ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സൂപ്പർമാനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സൂപ്പർമാൻ, ഈ ഒരു സൂപ്പർമാൻ, അതായത് ഡേവിഡ് കോറൻസ്വെറ്റിൻ്റെയും നമ്മുടെ ഹെൻറി ക്യാവിലിൻ്റെ സൂപ്പർമാനെയും കമ്പയർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ബോത്ത് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അത് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഹെൻറി ക്യാവിൽ എന്ന് പറയുന്നൊരു സൂപ്പർമാൻ ഒരു ഇച്ചിരി ഡാർക്കർ സൈഡ് ഓഫ് സൂപ്പർമാൻ, അതായത് എന്താ പറയുക, ഈസ് നോട്ട് ദ ആക്ച്വൽ ഡാർക്കർ സൈഡ് ഓഫ് സൂപ്പർമാൻ. അതായത് ആ ഒരു സൂപ്പർമാനെ ആ ഒരു രീതിയിലാണ് സ്നൈഡർ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതേ ടൈമിൽ ജെയിംസ് ഗണ്ണിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നൊരു സൂപ്പർമാൻ എങ്ങനെയാണെന്ന് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് സൂപ്പർമാനാണ്. അതായത് ആക്ച്വലി എന്താ പറയുകയെന്ന് പറഞ്ഞാൽ, രാത്രിയിലെ ഒരു സൂപ്പർമാൻ ഹെൻറി ക്യാവിലും ഡേ ടൈമിലൊരു സൂപ്പർമാൻ ഡേവിഡ് കോറൻസ്വെറ്റിൻ്റെ സൂപ്പർമാൻ എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് പറയാൻ 2 റീസൺസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സൈഡർവേഴ്സ് എന്ന് പറയുമ്പം അത് ഒരു ഡാർക്ക് രീതിയിലാണ് നമുക്കത് കാണാൻ സാധിക്കുക. കാരണം ആ ഒരു ഫിലിമിൻ്റെ എസ്തെറ്റിക്സ് തന്നെ ഒരു ഡാർക്ക്നെസ്സിലാണ്. മാൻ ഓഫ് സ്റ്റീൽ ആണെങ്കിലും ഡോൺ ഓഫ് ജസ്റ്റിസ് ആണെങ്കിലും സൈഡറിൻ്റെ ജസ്റ്റിസിനെയൊക്കെ ആണെങ്കിൽ മൂവീസ് ആർ ഡാർക്ക്. പക്ഷേ ഈ ഡേവിഡ് കോറൻസ്വെറ്റ്, അതായത് ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ വളരെ ബ്രൈറ്റും വളരെ ഒരു നല്ലൊരു ഗുഡ് ഫീൽ തരുന്ന ഒരു സോർട്ട് ഓഫ് സൂപ്പർ ഹീറോ ഫിലിമായിരുന്നു ഈ ഡേവിഡ് കോറൻസ്വെറ്റിൻ്റെ സൂപ്പർമാൻ, അതായത് ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ. സോ നിങ്ങൾ DC-യുടെ സീരീസായ പീസ് മേക്കറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എസ്തെറ്റിക്സ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ കഥയിലോട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ കേട്ടോ. കുറവുകളായിട്ട് അങ്ങനെ ഒന്നും ഞാൻ എടുത്ത് പറയുന്നുമില്ല. അതേ ടൈമിൽ പക്ഷേ ഈ ചാൻസസ് കൂടുതൽ എന്തെന്ന് പറഞ്ഞാൽ പീപ്പിൾ വിൽ കമ്പയർ ഹിം ടു ഹെൻറി ക്യാവിൽ. അതിൽ ഹെൻറി ക്യാവിലിനെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ഫാൻസ് ഉണ്ടാവും. അതേ ടൈമിൽ ഈ ഒരു സിനിമ കണ്ടിട്ട് ഡേവിഡ് കോറൻസ്വെറ്റ് ഈസ് ബെറ്റർ ദാൻ ഹെൻറി ക്യാവിൽ എന്നും തോന്നുന്നവർക്കും കാണും. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ഒപ്പീനിയനുണ്ട്, അവരുടേതായ അഭിപ്രായമുണ്ട്, അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്. കാരണം ഇത് നമ്മൾ ഈ ഒരു സിനിമ കാണുന്നത് 2 വേറെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. അതായത് ഒന്ന് സ്നൈഡറിൻ്റെ പെർസ്പെക്റ്റീവിലുള്ളൊരു സൂപ്പർമാനും അതേ ടൈമിൽ ജെയിംസ് ഗണ്ണിൻ്റെ പെർസ്പെക്റ്റീവിലുള്ളൊരു സൂപ്പർമാനുമാണ്. ആൻഡ് ഈ ഒരു സിനിമയിൽ കുറേയധികം വിഷ്വലി നമുക്ക് സാറ്റിസ്ഫാക്ടറി തരുന്ന, അതുകൊണ്ട് വിഷ്വൽ എക്സ്പീരിയൻസ് നൽകുന്ന കുറേയധികം സീൻസുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫീൽ നൽകി ഒരു സൂപ്പർമാൻ്റെ ഒരു ക്ലാസിക് സൂപ്പർമാൻ, അതായത് ഒരു കോമിക്കൽ സൂപ്പർമാനെ കണ്ടപ്പം അത് മൂവീസ് ആക്ച്വലി ഗുഡ് എന്ന രീതിയിൽ എനിക്ക് തോന്നി. കാരണം ആ ഒരു ആക്ടർ, അതായത് ഡേവിഡ് കോറൻസ്വെറ്റ് എന്ന ഒരു ആക്ടർ എങ്ങനെയാണ് സൂപ്പർമാനെ പ്രസൻറ്റ് ചെയ്തേക്കുന്നതും അതേ ടൈമിൽ BGMൻ്റെ കാര്യമാണെങ്കിലും സ്ക്രീൻ പ്ലേയുടെ കാര്യമാണെങ്കിലും കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഓൾ ഇൻ ഓൾ ഒരു പെർഫെക്റ്റ് സൂപ്പർ ഹീറോ ഫിലിം ആയിരുന്നു സൂപ്പർമാൻ. ഈ ഒരു 2025 ജെയിംസ് ഗൺ ഡയറക്റ്റ് ചെയ്ത ഈ ഒരു സൂപ്പർമാൻ മൂവി. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട മറ്റു കാര്യങ്ങളൊക്കെ എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ഒരു ക്യാരക്ടർ, അതായത് ഈ ഒരു സൂപ്പർമാൻ്റെ വേറൊരു സൈഡ് തന്നെയാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. കാരണം ഇവൻ ഒരു ചെറിയൊരു സ്കുരൽ, ഒരു അണ്ണാനെ വരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം എഫേർട്സ് എടുക്കുന്ന ഒരു സൂപ്പർമാൻ. ഒരു നായ്ക്കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിലും അവരുടെ ലൈഫിന് അത്രയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സൂപ്പർമാൻ, അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകി ഒരു ഹ്യൂമാനിറ്റീനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുന്ന ഒരു സൂപ്പർമാനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഹെൻറി ക്യാവിലെ സൂപ്പർമാനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മാൻ ഓഫ് സ്റ്റീൽ എന്ന സിനിമയിൽ തന്നെ സോഡായിട്ട് ഉള്ള ഒരു 1-to-1 ബാറ്റിൽ മറ്റുള്ള നാശനഷ്ടങ്ങൾ അതിന് വലിയ വില നൽകാണ്ട്, മറ്റുള്ളവരുടെ സേഫ്റ്റിയെക്കുറിച്ച് കൺസേൺ നൽകാണ്ടാണ് സൂപ്പർമാൻ അവിടെ സോഡിനെ ഡിഫീറ്റ് ചെയ്തത്. കാരണം ഹിസ് മെയിൻ മോട്ടീവ് വാസ് ടു ഡിഫീറ്റ് സോഡ് എനി ഹൗ. ഇല്ലെങ്കിൽ സോഡ് ആ ഒരു എർത്ത് ഫുള്ള് നശിപ്പിക്കും എന്നുള്ളൊരു കാര്യം നമ്മുടെ സൂപ്പർമാനെ മനസ്സിലാക്കി സോഡിനെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് തടയുക എന്നത് മാത്രമായിരുന്നു നമ്മുടെ സൂപ്പർമാൻ്റെ ഒരു മെയിൻ മോട്ടീവ്. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകാണ്ടാണ് നമ്മുടെ ഹെൻറി ക്യാവിൽ അവിടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോഡിനെ. ബട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡേവിഡ് കോറൻസ്വെറ്റിൻ്റെ സൂപ്പർമാൻ്റെ കാര്യം, അതായത് ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാനെ കുറിച്ച് നോക്കുകയാണെങ്കിലും ഈവൻ ഒരു എനിമി ആണെങ്കിൽ പോലും ആ ഒരു എനിമീനെ ഏത് രീതിയിലാണ് വേദനയില്ലാതെ കൊല്ലാമെന്നോ അല്ലെങ്കിൽ അതൊരു എങ്ങനെയാണ് അവനെ അവിടെ നിന്ന് മാറ്റാമെന്നുള്ള രീതിയിലൊക്കെ
ഒരു എഫേർട്സൊക്കെ ഈ ഒരു സൂപ്പർമാൻ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല പിന്നെ മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ എന്തെന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. സോ മാൻ ഓഫ് സ്റ്റീൽ എന്ന സിനിമ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സെൻട്രിക് ഓൺ സൂപ്പർമാനെ മാത്രമാണ് ഒരു സിനിമയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ മറ്റ് ചില കുറേയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ലോയിസ് ലെയ്ൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. ക്യാരക്ടറിന് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. ലൈക്ക് മറ്റ് സിനിമകളിലെ പോലെയല്ല അതായത് മാൻ ഓഫ് സ്റ്റീൽ, അതായത് സൈൻഡറിൻ്റെ ആ ഒരു വേർഷൻ ഓഫ് ലോയിസ് ലെയ്ൻ അല്ല ഇവിടെ. ഈ ലോയിസ് ലെയ്ന് നല്ലൊരു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ക്രിപ്റ്റോ എന്നുള്ള നമ്മുടെ സൂപ്പർമാൻ്റെ ഡോഗിനും വളരെയധികം ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വേറൊരു കാര്യം എന്തെന്നാൽ വില്ലനെ കുറിച്ചാണ്. വില്ലൻ വാസ് OP. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം സൂപ്പർമാൻ്റെ വൺ ഓഫ് ദ നെമസിസ് ആണ് ലെക്സ് ലൂത്തർ. അപ്പോൾ കോമിക്സിലെ ലെക്സ് ലൂത്തർ സൂപ്പർമാന് കുറേയധികം പണി നൽകുന്നുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ലെക്സ് ലൂത്തർ എത്രയ്ക്ക് ഡീവിയൻ്റ് ആണെന്ന രീതിയിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു IQ ലെവലും കണ്ണിങ്നെസ്സും സൂപ്പർമാൻ എങ്ങനെയെങ്കിലും ഡിസ്ട്രോയ് ചെയ്യാനുള്ളൊരു മോട്ടീവിൽ നമ്മൾ ആ ഒരു രീതി തന്നെ ആ ഒരു ആക്ടർ ചെയ്തേക്കുന്ന രീതിയും ലെക്സ് ലൂത്തർ വില്ലൻ സൂപ്പർബായിരുന്നു. പിന്നെ വേറൊരു കാര്യം എടുത്തെന്ന് പറയുന്നത് ഇതിനകത്ത് മിസ്റ്റർ ടെറഫിക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. സോ ആ ക്യാരക്ടറിൻ്റെ ഒരു സീനുണ്ട്. ലൈക്ക് സൂപ്പർമാനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സീനിൽ ആ ഒരു ബാറ്റിൽ എൻകൗണ്ടറുണ്ട്. അവിടെയൊക്കെ ആ ഒരു മിസ്റ്റർ ടെറഫിക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു മികവ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സായ ഗൈ ഗാർഡനറിൻ്റെ ഗ്രീൻ ലാൻറ്റേണും പിന്നെ നമ്മുടെ ഹോക്ക് ഗേളും അങ്ങനെ ചില ക്യാരക്ടേഴ്സിനൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്ക്രീൻ ടൈമും ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസും ഈ ഒരു സിനിമയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട എന്തെന്ന് പറഞ്ഞാൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് പൊളിറ്റിക്സ്. അതിപ്പോൾ ഏത് സൂപ്പർ ഹീറോ ഫിലിം എടുത്താലും അതിൽ പൊളിറ്റിക്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് ഇപ്പോൾ എല്ലാത്തിലും. സോ അതിലുണ്ടെങ്കിലും പിന്നെ ആ ഒരു പ്രഷർ വരുമ്പോൾ സൂപ്പർമാൻ അതിനെ ഡീൽ ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ മേജറായിട്ട് കാണിക്കുന്നത്. പിന്നെ ഒരു ഹാപ്പി എൻഡിങ് ആണ് സിനിമയ്ക്കുള്ളത്. ആൻഡ് പോസിബിളി ഇതൊരു DCയുടെ പുതിയൊരു തുടക്കമായതുകൊണ്ട് തന്നെ ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വെർഷൻ ഓഫ് DCനെ ആയിരിക്കാം ഇനി കാണാൻ സാധിക്കുക. ഇതാണ് പുതിയ DC, ജെയിംസ് ഗണ്ണിൻ്റെ DC. സോ എനിക്ക് പടം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഹെൻറി ക്യാവിലിൻ്റെ സൂപ്പർമാനെയും ഡേവിഡ് കോറസ്മിൻ്റെ സൂപ്പർമാനെയും ഒരിക്കലും കമ്പയർ ചെയ്യില്ലെന്ന് ഞാൻ പറയും. കാരണം രണ്ടുപേരും വേറെ രീതിയിൽ ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഹെൻറി ക്യാവിൽ എന്ന് പറയുന്ന ഒരു ആക്ടറിന് തൻ്റെ ഒരു മികവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആ ഒരു സ്പേസ് നൽകിയിട്ടില്ലായിരുന്നു വാർണർ ബ്രദേഴ്സ്. സോ നമുക്കിവിടെ ഹെൻറി ക്യാവിലിനെ കുറ്റം പറയാൻ കഴിയത്തില്ല. കാരണം സ്നൈഡറിൻ്റെ കാര്യത്തിലോട്ടാണെങ്കിലും ഹെൻറി ക്യാവിലിൻ്റെ കാര്യത്തിൽ ഒരു പ്രോപ്പർ എൻഡിങ് ഇല്ല. ആ ഡയറക്ടറിന് തന്നെയാണെങ്കിലും ആ ഒരു ആക്ടറിന് തന്നെയാണെങ്കിലും ഒരു എൻഡിങ് നൽകാണ്ടാണ് ആ ഒരു DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിൻ്റെ ഒരു അവസാനം നൽകിയിട്ടുണ്ടായിരുന്നത്. സോ എനിഹൗ ഹി വിൽ സ്റ്റേ ആസ് എ ലെജൻഡ് ഇൻ അവർ മൈൻഡ്. ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഫോർ ദ ന്യൂ DC യൂണിവേഴ്സ്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, അതായത് നിങ്ങളുടെ ഒപ്പീനിയൻ ഓൺ ദിസ് ഫിലിം ഡെഫിനറ്റ്ലി താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഐ എം സോ ക്യൂരിയസ് അബൌട്ട് നെക്സ്റ്റ് ബാറ്റ്മാൻ. അതായത് അടുത്ത സൂപ്പർമാൻ ആരാണെന്ന് നമ്മുടെ ജെയിംസ് ഗൺ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ, അതായത് ഡേവിഡ് കോറൻസ്വിറ്റ് എന്നൊരു ആക്ടറാണ് അത് ചെയ്യാൻ പോകുന്നതെന്ന് കുറേ പേർക്ക് നല്ലധികം ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായിരിക്കും സൂപ്പർമാൻ്റെ ആ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് എല്ലാവരും വളരെയധികം ക്യൂരിയസ് ആയിട്ടിരുന്നതാണ്. ആൻഡ് എനിഹൗ ഹി ഡിഡ്ന്റ് ഡിസപ്പോയിൻറ്റ് അസ് ഐ ഗെസ്. ആൻഡ് എനിക്ക് ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ പുതിയ DC യൂണിവേഴ്സിൽ ആരായിരിക്കും ബാറ്റ്മാൻ. സോ അത് ജെയിംസ് ഗൺ അനൗൺസ് ചെയ്യുമ്പം ഐ എം സോ ഷുവർ ദാറ്റ് സോഷ്യൽ മീഡിയ വിൽ ബി ഓൺ ഫയർ. സോ നമുക്ക് എല്ലാവർക്കും കണ്ടറിയാം സൂപ്പർമാനും ബാറ്റ്മാനും ദ ഷോ ഓഫ് ദ ന്യൂ ജസ്റ്റിസ് ലീഗ് ആൻഡ് ദ DC യൂണിവേഴ്സ് ഇസ് ഓൺ. ആൻഡ് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനും മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാനിന്ന് ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ആൻഡ് ഐ എം സൈൻ ഫ്രീക്ക് സൈനിങ് ഔട്ട്. ബൈ.